കേരള പോലീസിനെ ആകെ വട്ടം ചുറ്റുന്ന ഒരു വലിയ വെളിപ്പെടുത്തലാണ് ജൂൺ 5-ാം തീയതി മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു 54-കാരൻ പോലീസ് സ്റ്റേഷനിൽ പോയി വെളിപ്പെടുത്തിയത്. വേങ്ങര പോലീസ് സ്റ്റേഷനിലാണ് അദ്ദേഹം പോയി വെളിപ്പെടുത്തിയത് എന്താണ്? ഞാൻ 39 വർഷം മുമ്പ്, അതായത് 1986 ഒരാളെ കൊലപ്പെടുത്തി, 89 മറ്റൊരാളെ കൊലപ്പെടുത്തി. അങ്ങനെ 2 കൊലപാതകങ്ങൾ ചെയ്ത വ്യക്തിയാണ് ഞാൻ. എൻ്റെ പേര് മുഹമ്മദ് അലി. പൂർവാശ്രമത്തിൽ ഞാൻ ആന്റണി ആയിരുന്നപ്പോഴാണ് ഈ കൊലപാതകങ്ങൾ. ഒന്നാമത്തെ കൊലപാതകം 14-ാമത്തെ വയസ്സിലും 2-ാമത്തെ കൊലപാതകം 17-ാമത്തെ വയസ്സിലുമാണ് ഞാൻ ചെയ്തത്. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് അറിവില്ലാത്ത സമയത്ത് ചെയ്തു പോയതാണ്. പക്ഷേ 2 കൊലക്കേസുകളിലും എന്നെ പോലീസ് പിടിച്ചില്ല. എന്നെ മാത്രമല്ല, 2-ാമത്തെ കൊലക്കേസിന് എന്നോടൊപ്പം ഉണ്ടായിരുന്ന കഞ്ചാവ് ബാബു എന്ന് പറയുന്ന ആളിനെയും പോലീസ് പിടിച്ചില്ല. ഞങ്ങൾ ഉപദ്രവിച്ച 2 പേരും മരിച്ചുപോയി എന്ന് പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ നിന്ന് എനിക്കും 2-ാമത്തെ കൊലക്കേസിൽ കൂട്ടുപ്രതിക്കും വായിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ ഞങ്ങളെ ഇതുവരെ പോലീസ് പിടിച്ചില്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇക്കാര്യങ്ങൾ പോലീസിനോട് വെളിപ്പെടുത്തുന്നു എന്ന് വെച്ചാൽ, എൻ്റെ മൂത്ത മകൻ മരണപ്പെട്ടു. 2-ാമത്തെ മകന് ഒരു അപകടമായി. എൻ്റെ ഹൃദയം ചുട്ടുപൊള്ളി തുടങ്ങി. 2 കൊലപാതകങ്ങളും 2 പേരുടെയും ആത്മാക്കൾ നിലവിളിക്കുന്നത് ഞാൻ കേൾക്കുന്നു. അതുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ പോലീസിനോട് വെളിപ്പെടുത്തുന്നത്. പോലീസ് തീർന്നില്ലേ? കൊലപാതകി മുന്നിലിരിക്കുന്നു. കൊല്ലപ്പെട്ടത് ആരാണെന്ന് പോലീസിനറിയില്ല. എന്നാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു. അതിന് ഇന്നത്തെ പോലെ അന്ന് CCTV ഇല്ല. പിന്നെ ഫോട്ടോഗ്രാഫ്സ് 39, അതായത് 4 പതിറ്റാണ്ട് കാലമാകുന്നു ഈ കൊലപാതകങ്ങൾ നടന്നിട്ട്. 40 വർഷം മുമ്പുള്ള രേഖകൾ എവിടെ കാണാൻ? രേഖകളില്ല. ഡിജിറ്റൽ സംവിധാനത്തിലോട്ട് മാറിയപ്പോഴും 40 വർഷം മുമ്പുള്ള രേഖകളൊന്നുമില്ല. അങ്ങനെ പത്ര ഓഫീസുകളിൽ തേടിപ്പോയി പോലീസ്. അങ്ങനെ മലയാള മനോരമയുടെ ഓഫീസിൽ പോയപ്പോൾ ഈ 2 വാർത്തകളും കിട്ടി. 1986 കോഴിക്കോട് കൂടരഞ്ഞിയിൽ 20-കാരനായ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഒരു തോട്ടിലായിരുന്നു കിടന്നത്. ഇതെന്തായിരുന്നു സംഭവം? 14 വയസ്സുള്ള ആന്റണി എന്ന ആൺകുട്ടി, ആന്റണി ബാലവേലയാണ്. അന്ന് ഇത്രയും കാര്യക്ഷമമായ നിയമങ്ങളില്ല. കുട്ടികൾക്ക് വേണ്ടിയുള്ള കമ്മീഷൻ ഇല്ല. കുട്ടികളെ പഠിപ്പിക്കണമെന്ന് ആളുകൾക്ക് അങ്ങനെ നിർബന്ധവുമില്ല. എന്തെങ്കിലും ജോലി ചെയ്യും. ഒരു തോട്ടത്തിൽ കൂലിപ്പണിക്കാരനായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഒരു മുതലാളിയുടെ വീട്ടിൽ കൂലിപ്പണിക്കാരനായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാളുടെ കാശ് തട്ടിപ്പറിക്കാനും ഇയാളെ ഉപദ്രവിക്കാനും ഒരാൾ ശ്രമിച്ചു. അയാളെ പിടിച്ചു തള്ളിയിട്ട് ചതുപ്പിൽ പൂഴ്ത്തി കൊലപ്പെടുത്തി. ഇതാണ് മുഹമ്മദ് അലിയുടെ ഒന്നാം വെളിപ്പെടുത്തൽ. 1986 14-കാരനായ തന്നെ ഒരാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അയാളെ പിടിച്ചു തള്ളി, അയാളെ ചതുപ്പിൽ പൂഴ്ത്തി, അയാളെ ശ്വാസം മുട്ടിച്ചു എന്ന് പറഞ്ഞ് പിന്നെ അയാൾ മൃതപ്രായനായി എന്ന് തോന്നിക്കാരണം വിട്ടേച്ച് ഞാൻ ഓടി. പിന്നെ പത്രത്തിൽ നിന്നറിഞ്ഞു അയാൾ മരിച്ചുപോയെന്ന്. പത്രത്തിൽ വാർത്ത എങ്ങനെയാണ്? അജ്ഞാത മൃതദേഹം എന്ന് പറഞ്ഞു. അജ്ഞാതൻ ആരാണെന്നറിയില്ല. 20 വയസ്സ് ഉദ്ദേശം പ്രായം എന്ന് മാത്രം പത്രത്തിൽ വാർത്ത. അത് കഴിഞ്ഞ് കൂടരഞ്ഞിയിൽ നിന്ന് ഈ ആന്റണി എന്ത് ചെയ്തു? വെള്ളായി കടപ്പുറത്തെത്തി, ബീച്ചിൽ. അവിടെ അല്ലറ ചില്ലറ കൂലിപ്പണിയും ഹോട്ടൽ ജോലിയുമായിട്ട് കടന്നു പോകുന്ന സമയത്ത് ഒരാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. കയ്യിലെ പണം മുഴുവൻ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടി. അന്ന് പ്രായം 17 പക്ഷേ അയാളെ പ്രതിരോധിക്കുവാൻ കഴിഞ്ഞില്ല. കയ്യിലുണ്ടായിരുന്ന പണം മുഴുവൻ അയാൾ കവർന്നു കൊണ്ടുപോയി. പിന്നെ ഒരു സുഹൃത്ത് കഞ്ചാവ് ബാബു പറഞ്ഞു, നിന്നെ അന്ന് ഉപദ്രവിച്ച് നിന്റെ കയ്യിൽ നിന്ന് പണം തട്ടിപ്പറിച്ച ആൾ വെള്ളായി കടപ്പുറത്തുണ്ട്, നമുക്കൊന്ന് അതുവരെ പോകാം. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ആളെ കണ്ടു. ആളെ ബാബു ഒറ്റയിടിക്ക് നിലത്ത് തള്ളിയിട്ടു. എന്നിട്ട് മണലിൽ മുഖം അമർത്തി ചവിട്ടി പിടിച്ചു. ഞാൻ കാലുകളിൽ പിടിച്ചു മുറുക്കി. അങ്ങനെ അയാളെ ശ്വാസം മുട്ടിച്ച് കൊന്നു. അയാളെ അവിടെ ഉപേക്ഷിച്ച് ഞങ്ങൾ കടന്നു കളഞ്ഞു. പിന്നെ കഞ്ചാവ് ബാബുവിനെ ആയുസിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. ഇതാണ് മുഹമ്മദ് അലി. ആന്റണിയിൽ നിന്ന് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് മുഹമ്മദ് അലിയിലേക്ക്. അത് എങ്ങനെയാണെന്ന് അയാൾ വെളിപ്പെടുത്തിയ കാര്യം പോലീസ് പറയുന്നില്ല. ഏതായാലും ആന്റണി ആയിരുന്ന സമയത്ത് പൂർവാശ്രമത്തിൽ, അതായത് 14 മുതൽ 17 വയസ്സ് വരെ പ്രായത്ത് മുഹമ്മദ് അലി ചെയ്തു പോയ സംഭവങ്ങളാണ്. പോലീസിന് മുന്നിലുള്ള കീറാമുട്ടിയാണ് ഈ കേസ്. ഒരുപക്ഷേ എങ്കിൽ ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമ ഒക്കെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഈ വിഷയം പല മാനദണ്ഡങ്ങളിലൂടെ അല്ലെങ്കിൽ പല മാനങ്ങളിലൂടെ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇത് സിനിമയല്ലല്ലോ, ജീവിതമല്ലേ. മുഹമ്മദ് അലിയെക്കുറിച്ച് പോലീസ് പഠിച്ചു. മുഹമ്മദ് അലി ആരാണ്, എന്താണെന്നൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മുഹമ്മദ് അലിക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ടോ? മുഹമ്മദ് അലി ഏതായാലും ഇപ്പോൾ റിമാൻഡിൽ ജയിലിലാണ്. വിചാരണ തടവുകാരനാക്കി ജയിലിലാക്കിയിട്ടുണ്ട്. ഇനി പോലീസ് അന്വേഷിക്കുന്നത് മുഹമ്മദ് അലിക്ക് എന്തെങ്കിലും മാനസിക പ്രയാസങ്ങൾ, എന്തെങ്കിലും ഇലൂഷൻ തോന്നിയിട്ട് വന്ന് വെളിപ്പെടുത്തുന്നതാണോ? ഇത്തരം സംഭവങ്ങൾ താൻ ചെയ്തു എന്ന് ചിലപ്പോൾ ആരെങ്കിലും മാനസിക രോഗത്തിൻ്റെ ഭാഗമായി ഇങ്ങനെയുള്ള വെളിപാടുകളും വെളിപ്പെടുത്തലുകളും മുമ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവമാണോ എന്ന് അന്വേഷിക്കുന്നുണ്ട് പോലീസ്. അതേ അവസരം തന്നെ ഈ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മുഹമ്മദ് അലി പറഞ്ഞ ദിവസങ്ങളിലും മുഹമ്മദ് അലി പറഞ്ഞ സ്ഥലങ്ങളിലും ഇങ്ങനെ അജ്ഞാത മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്.
ആരാണെന്ന് അറിയാത്ത 20-25 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാർ അതേ ദിവസങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നത് പത്രങ്ങളിൽ വന്ന വാർത്തകളിൽ നിന്ന് ഉറപ്പിക്കാം പോലീസിന്. പക്ഷേ ആരാണ് കൊല്ലപ്പെട്ടതെന്ന് ഇല്ല. വാർത്തകളിലൊക്കെ അജ്ഞാത മൃതദേഹമാണ്. അത് പോലീസ് തന്നെ അതൊക്കെ സംസ്കരിച്ചും കാണും. കാരണം മോർച്ചറി സൗകര്യങ്ങളൊക്കെ പരിമിതമാണ്, ഇന്ന് പോലും പരിമിതമാണ്. അപ്പോൾ അന്നത്തെ കാര്യം അറിയാലോ. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് അജ്ഞാത ബോഡി എന്ന് പറഞ്ഞ് എടുത്ത് സംസ്കരിച്ച് കാണും. അങ്ങനെ ഇവരെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ്. അതിന് കേരളം ഒട്ടാകെയുള്ള പോലീസ് സ്റ്റേഷനുകളിലേക്ക് സന്ദേശം അയച്ചു. പിന്നെ പത്രങ്ങളുടെ ഫ്രണ്ട് പേജിലാണ് വാർത്ത വരുന്നത്. പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ വാർത്ത, ഇന്ന ആളെ ഇങ്ങനൊരു മരണം സംഭവിച്ചിട്ടുണ്ടോ, ഇങ്ങനെ ആരെങ്കിലും മിസ്സിംഗ് ഉണ്ടോ, അന്ന് ആ സമയത്ത് എന്തെങ്കിലും മിസ്സിംഗ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന്. ഇനി അതാണ് ഇയാൾ കൊന്ന ആളെന്ന് താരതമ്യപ്പെടുത്തണമെങ്കിൽ അന്ന് അക്കാലത്തെ ഫോട്ടോ ഇനി മുഹമ്മദ് അലി തിരിച്ചറിയണം. ഏതെങ്കിലും ഫോട്ടോ കാണിച്ച് ഇന്ന ആളിനെയാണ്, അക്കാലത്തെ ഫോട്ടോ 40 വർഷം മുമ്പുള്ള ഫോട്ടോഗ്രാഫ് കാണിച്ചിട്ട് ഇയാളെയാണോ നിങ്ങൾ കൊലപ്പെടുത്തിയതെന്ന് ചോദിച്ച് മുഹമ്മദ് അലി സമ്മതിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ മുഹമ്മദ് അലി തിരിച്ചറിഞ്ഞാൽ മാത്രമേ ആ കൊലപാതകം സ്ഥിരീകരിക്കാൻ കഴിയൂ. അങ്ങനെ ഫോട്ടോഗ്രാഫ്സ് ഒന്നും ഇല്ലെങ്കിൽ അത് തെളിവുകളുടെ അഭാവത്തിൽ ഈ കേസ് ഇല്ലാതെ പോവുകയും ചെയ്യും. ഒരാൾ വന്ന് വെളിപ്പെടുത്തി, 40 വർഷത്തിന് ശേഷം ഒരാൾ വന്ന് കുറ്റബോധം കൊണ്ട് വന്ന് വെളിപ്പെടുത്തി എന്ന് മാത്രം. കാരണം തെളിവുകളില്ല. ഇയാളെ ശിക്ഷിക്കാനോ ഇയാളെ സ്ഥിരമായി ജയിലിലടയ്ക്കാനോ ഒന്നും തെളിവില്ല. ഒരാൾ വന്ന് എന്തും ഏറ്റു പറഞ്ഞാൽ ഉടനെ ശിക്ഷിച്ച് അകത്തിടാനുള്ള പ്രൊവിഷൻ നമ്മുടെ നിയമത്തിലില്ല. അതുകൊണ്ട് തെളിവ് കണ്ടെത്തണം. അതൊരു വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തിനെ തുടർന്ന് പോലീസാണ് ശരിക്കും ഊരാക്കുടുക്കിലായത്. ഈ കൊലപാതകത്തിന് തുമ്പുകൾ കണ്ടെത്തണം. കൊന്ന മനുഷ്യൻ മുന്നിൽ ഇരിപ്പുണ്ട്. ഇനി കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന സംഭവങ്ങളും റിയലാണ്. 2 പേർ ഇതേ കാലയളവിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതേ സ്ഥലങ്ങളിൽ. വെള്ളായിയിലും കൂടരഞ്ഞിയിലും ഇങ്ങനെ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. ഇനി കഞ്ചാവ് ബാബു എവിടെയുണ്ടെന്ന് തെളിയിക്കണം. മുഹമ്മദ് അലി മാത്രമേ ഉള്ളൂ. ആന്റണി എന്ന മുഹമ്മദ് അലി കസ്റ്റഡിയിലുണ്ട്. ഇനി കഞ്ചാവ് ബാബുവിനെ കണ്ടെത്തണം. അതുപോലെ ഈ കൊല്ലപ്പെട്ടത് ആരൊക്കെയാണെന്ന് അറിയണം. ഒരുപക്ഷേ കഞ്ചാവ് ബാബു ഈ വാർത്തയൊക്കെ എവിടെയെങ്കിലും ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വായിക്കുന്നുണ്ടെങ്കിൽ അയാളും ഇതുപോലെ വന്ന് വെളിപ്പെടുത്താൻ തയ്യാറാവുകയാണെങ്കിൽ ഒരുപക്ഷെ രണ്ടാമത് കൊല്ലപ്പെട്ട ആളിൻ്റെ ഏകദേശ രൂപമെങ്കിലും അല്ലെങ്കിൽ ആരാണ് എന്നെങ്കിലും കഞ്ചാവ് ബാബുവിന് അറിയാമെന്ന് പോലീസുകാർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ കഞ്ചാവ് ബാബു ഞാൻ കൊലയാളിയാണെന്ന് സമ്മതിക്കാൻ പറ്റാത്ത ആളാണെങ്കിലോ, അല്ലെങ്കിൽ കഞ്ചാവ് ബാബു ഇതിനകം നിര്യാണമടഞ്ഞിട്ടുണ്ടെങ്കിലോ ചരമമടഞ്ഞിട്ടുണ്ടെങ്കിലോ, അതുകൊണ്ട് ആ വഴിക്കുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ടെങ്കിലും അത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതല്ല. ഏതായാലും പോലീസ് വലിയ ഊരാക്കുടുക്കിലായിട്ടുണ്ട് ഇതിൻ്റെ തെളിവുകൾ കണ്ടെത്താൻ. തെളിവുകളില്ലെങ്കിൽ നിശേഷം ഈ വെളിപ്പെടുത്തൽ കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, മുഹമ്മദ് അലിയുടെ മനസ്സിൽ വലിയൊരു ഭാരം ഇറക്കി വെച്ചു എന്നല്ലാതെ മറ്റൊരു കാര്യവും ഇതിനകത്ത് നിന്ന് ലഭിക്കാൻ പോകുന്നില്ല എന്നതാണ് മറ്റൊരു വാസ്തവം.